ആർക്കും വേണ്ടാത്ത ഒരു അനാഥനായ പയ്യൻ. ഈ പയ്യന് ഒരു ദിവസം ഒരു പഴയ ഷൂസ് കിട്ടുകയാണ്. സാക്ഷാൽ മൈക്കൽ ജോർദൻ ഉപയോഗിച്ച് കളഞ്ഞ ഷൂസ് ആണ് ഇത്. ആ ഷൂസിന് ചില സൂപ്പർ പവേഴ്സ് ഉണ്ട്. അപ്പോ മച്ചാമാരെ 2002 പുറത്തിറങ്ങിയ ഒരു അടിപൊളി സ്പോർട്സ് കോമഡി സിനിമയാണ് ലൈക്ക് മൈക്ക്. അനാഥനായ കാൽവിൻ കാംബ്രിഡ്ജ് എന്ന 13 വയസ്സുകാരനായ ഈ പയ്യനാണ് നമ്മുടെ കഥാനായകൻ. അനാഥാലയത്തിൽ കാൽവിന്റെ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് മെർഫും റെഡ്ജും. അതേപോലെ അനാഥാലയത്തിലെ തന്നെ അസൂയൊക്കെ നിറഞ്ഞ ഒരു വൃത്തികെട്ട സ്വഭാവമുള്ള ഒരു പയ്യനുണ്ട്. അവനാണ് ഓക്സ് എന്ന പേരുള്ള ഇവൻ. കാൽവിനും ബെസ്റ്റ് ഫ്രണ്ട്സും ബാസ്കറ്റ് ബോൾ കളിക്കുന്ന സമയത്ത് ഓക്സ് വന്നിട്ട് പ്രശ്നമാക്കുകയാണ്. ഓക്സിന് കാൽവിൻ ധരിച്ചിട്ടുള്ള NBA ജേഴ്സി വേണം. അത് അഴിച്ചു വാങ്ങാൻ വേണ്ടിയാണ് ഓക്സ് വന്നത്. ഓക്സ് കാൽവിനോട് ബെറ്റ് വെക്കുകയാണ്, നമുക്ക് 1 vs 1 കളിക്കാം. അതിൽ നീ തോറ്റാൽ നീ എനിക്ക് നിന്റെ ജേഴ്സി തരണം, ഞാൻ തോറ്റാൽ നീ പറയുന്നത് ഞാൻ തരാം. അങ്ങനെ അവര് 1 vs 1 കളിക്കുകയാണ്. നമ്മുടെ ഹീറോ തോൽക്കുകയും ചെയ്തു. അങ്ങനെ കാൽവിന്റെ കയ്യിലുള്ള ഒരേ ഒരു ബാസ്കറ്റ് ബോൾ ജേഴ്സി വേറെ വഴിയില്ലാതെ ഈ ഓക്സ് എന്ന അസൂയാലുക്ക് കൊടുക്കേണ്ടി വന്നു. എന്നാൽ അവനാണെങ്കിലോ അത് ധരിക്കാനൊന്നുമല്ല, ഹീറോനെ മനഃപൂർവ്വം സങ്കടപ്പെടുത്താൻ വേണ്ടി ഈ ഓക്സ് ഹീറോന്റെ പ്രിയപ്പെട്ട ആ ജേഴ്സി ഹീറോന്റെ മുന്നിൽ വെച്ച് തന്നെ വലിച്ചു കീറുകയാണ്. അതൊക്കെ കണ്ടപ്പോ ഹീറോക്ക് ശരിക്കും സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട്. അപ്പോ ഹീറോ ദേഷ്യത്തിൽ ഓക്സിനോടും ഗാങ്ങിനോടും പറയാണ്, നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചോ, എന്നെ ഒരു അടിപൊളി റിച്ച് ഫാമിലി ദത്തെടുക്കും. അവർ എനിക്ക് ഒറ്റൊന്നല്ല ഇതുപോലെ 5-10 ജേഴ്സിങ്കിലും വാങ്ങിച്ചു തന്നിരിക്കും. ഓക്സ് പറയാണ്, ഉവ്വ നിന്നെയൊക്കെ ആരെങ്കിലും ദത്തെടുത്തത് തന്നെ, നിന്നെയൊക്കെ ആരാടാ അഡോപ്റ്റ് ചെയ്യുക. ആ സമയമാണ് അവിടത്തേക്ക് സ്റ്റാൻ ബിറ്റൽമാൻ എന്ന ഇദ്ദേഹം വന്നത്. ആ ഓർഫനേജിന്റെ ഗാർഡിയൻ ആണ് ഇദ്ദേഹം. അപ്പൊ ഇദ്ദേഹം കുട്ടികളോട് പറയാണ്, എല്ലാവരും പെട്ടെന്ന് റെഡിയാവ്, ചോക്ലേറ്റ്സ് വിൽക്കാൻ പോകേണ്ടതാണ്. അപ്പൊ ഒരു ബാസ്കറ്റ് ബോൾ സ്റ്റേഡിയത്തിന്റെ പുറത്ത് അവിടെ വരുന്ന കാണികൾക്കാണ് ഇവര് ചോക്ലേറ്റ്സ് വിൽക്കാനായി പോയത്. എല്ലാവരുടെയും കയ്യിൽ ബാസ്കറ്റ്സ് ഉണ്ട്. ഇവര് അത് ആ ദിവസം വിറ്റ് തീർക്കണം, അല്ലെങ്കിൽ അവരുടെ ഗാർഡിയൻ അവരെ വെറുതെ വഴക്കു പറയും. ഓക്കെ, ഇനി അവിടെ നടക്കുന്ന ബാസ്കറ്റ് ബോൾ മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നൈറ്റ്സ് എന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ടീമാണ് ഇവിടെ കളിക്കുന്നത്. അധിക പേരും ആ ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതും. സ്റ്റേഡിയത്തിന്റെ പുറത്തുള്ള വലിയ ടിവിയിൽ ഹീറോ അത്ഭുതത്തോടെ കളി കാണുകയാണ്. അതിലെ പല മൂവ്മെന്റ്സും ഹീറോ പറയുന്നുണ്ട്. അതായത് അത് എന്തിനാണ് അങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, അവർക്ക് പോയിന്റ് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഒരു പ്രൊഫഷണൽ ബാസ്കറ്റ് ബോൾ കോച്ച് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് കാൽവിൻ മർഫിനോട് പറയുന്നത്. നൈറ്റ്സ് ടീമിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ അഥവാ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്ലെയർ ആണ് ട്രേസി റെയ്നോൾഡ്സ് എന്ന നമ്മുടെ കഥയിലെ മറ്റൊരു ഹീറോ. കാൽവിൻ ആണെങ്കിൽ ട്രേസി എന്ന പ്ലെയറിന് ഒരുപാട് ഇഷ്ടവുമാണ്. എന്തായാലും നൈറ്റ്സ് എന്ന ടീം ആ രാത്രി അവിടെ മാച്ച് തോറ്റു. അപ്പൊ മെർഫിനോട് കാൽവിൻ പറയാണ്, എനിക്ക് വിശ്വസിക്കാൻ ആവുന്നില്ല അവരെന്താണ് കളിച്ചു കൂട്ടിയതെന്ന്, ഈസി ആയിട്ട് ജയിക്കേണ്ട കളിയാണ്. അങ്ങനെ മാച്ചൊക്കെ കഴിഞ്ഞ് എല്ലാവരും സ്റ്റേഡിയത്തിൽ നിന്ന് പോകുന്ന സമയത്ത് ഹീറോ നൈറ്റ്സ് എന്ന ടീമിന്റെ കോച്ച് കാറിൽ കയറുന്നത് കണ്ടു. അങ്ങനെ കോച്ചിന്റെ അടുത്തേക്ക് കാൽവിൻ ചോക്ലേറ്റ്സ് വിൽക്കാനായി പോയി. ചോക്ലേറ്റ്സ് വിൽക്കാനായി പോയ സമയത്ത് അദ്ദേഹം ചോദിക്കാണ്, ഇത്രയും ലേറ്റ് ആയിട്ട് എന്തേ മോൻ ഇവിടെ നിൽക്കുന്നത്, മോന്റെ മാതാപിതാക്കളൊക്കെ എവിടെ? ആക്ച്വലി ഞാൻ ഒരു അനാഥനാണ്, ഞാൻ ഓർഫനേജിലാണ് താമസം, നമ്മുടെ ഗാർഡിയൻ നമ്മളെ കൊണ്ട് ചോക്ലേറ്റ്സ് ഒക്കെ വിൽപ്പിക്കുന്നതാണ് സർ. പിന്നെ ഞാൻ പറയാൻ വന്നത്, ഇന്നത്തെ മാച്ച് ശരിക്കും നിങ്ങളായിരുന്നു ജയിക്കേണ്ടത്. അതിനുശേഷം വലിയ അഥവാ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ബാസ്കറ്റ് ബോൾ പ്ലെയർ ഒക്കെ പറയുന്നത് പോലെ കാൽവിൻ പല നിർദ്ദേശങ്ങൾ ഏറ്റവും ബെസ്റ്റ് ടീമിന്റെ കോച്ചിനോട് പറയാണ്. അതൊക്കെ കേട്ടപ്പോ അദ്ദേഹത്തിനും കാൽവിൻ പറയുന്നതൊക്കെ ശരിയാണ് എന്ന് തോന്നി. നീ ആള് മിടുക്കനാണല്ലോ. അദ്ദേഹം $20 കൊടുത്തിട്ട് കാൽവിന്റെ കയ്യിൽ നിന്ന് ഒരൊറ്റ ചോക്ലേറ്റും ചോദിക്കുകയാണ്. ഒരു ചോക്ലേറ്റിന് വെറും $1 മാത്രമാണ്. സോ $20 അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ കാൽവിൻ തയ്യാറല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ നൈറ്റ്സ് ടീം അറേനയിൽ കളിക്കുന്നത് നേരിട്ട് കണ്ടാലോ, ഞാൻ മോന് കുറച്ച് ടിക്കറ്റ്സ് തരാം എന്ന് പറഞ്ഞ് ഹീറോക്ക് കോച്ച് മാച്ചിന് കുറച്ച് ടിക്കറ്റ്സ് കൊടുത്തു. അങ്ങനെ കാൽവിന് ശരിക്കും സന്തോഷമായി. സോ ഇവിടെ കുട്ടികളില്ലാത്ത ദമ്പതികൾ ഓർഫനേജിൽ വരുന്നത് കാണാം. അവരൊക്കെ വരുന്ന സമയത്ത് കാൽവിന് ഭയങ്കര സന്തോഷമാണ്. കാരണം ആരെങ്കിലുമായിട്ട് തന്നെ അഡോപ്റ്റ് ചെയ്യും എന്ന് ആലോചിച്ചിട്ട്. എന്നാൽ അവരൊക്കെ ചെറിയ കുട്ടികളെയാണ് കൂടുതലും അഡോപ്റ്റ് ചെയ്യാറുള്ളത്. ഓക്സ് പറയാണ്, അവർക്കൊന്നും നമ്മളെ വേണ്ട, നമ്മൾ ജീവിതകാലം മുഴുവനും ഇവിടെ വളരണം, ഞങ്ങൾ പട്ടികളും അത് പട്ടിക്കുട്ടികളുമാണ്, അതുകൊണ്ട് അവര് പട്ടികളെ കൊണ്ടുപോകത്തില്ല, പട്ടിക്കുട്ടികളെ കൊണ്ടുപോകത്തുള്ളൂ. സോ ഇതാണ് സിസ്റ്റർ. പുള്ളിക്കാരിയാണ് ഓർഫനേജിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതും ഹോംവർക്ക് ചെയ്യിപ്പിക്കുന്നതും ഒക്കെ. പുള്ളിക്കാരി ഹോംവർക്കിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. സോ അവിടെ ഓർഫനേജില് ആൾക്കാര് പഴയ അവര് ഉപയോഗിച്ച ഡ്രസ്സും ഷൂസും ഒക്കെ പെട്ടിയിലാക്കി കൊടുക്കാറുണ്ട്. ചിലർ പുതിയത് തന്നെ മേടിച്ചു കൊടുക്കും. അങ്ങനെ ഒരു പെട്ടിയിൽ കുറച്ച് ഡ്രസ്സൊക്കെ സിസ്റ്റർ കുട്ടികൾക്ക് കൊടുക്കുകയാണ്. അപ്പോഴാണ് സിസ്റ്റർ ഒരു ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ഒരു പഴയ ഷൂസ് പെട്ടിയിൽ നിന്ന് താഴെ വീണത്. അതാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പഴയതായിട്ടുണ്ട്, അഥവാ മോശമായ ഷൂസ് ആണ്. എന്നാൽ നൈക്കിന്റെ ആ ഷൂസ് വിലയുള്ളതാണ് എന്ന് കാൽവിന് അറിയുന്നത് കൊണ്ടും ഷൂസ് ഒക്കെ കാൽവിന് ഭയങ്കര ഇഷ്ടമായത് കൊണ്ടും കാൽവിൻ പെട്ടെന്ന് ഈ ഷൂസ് ഞാൻ എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് ധരിക്കുകയാണ്. ആഹാ, ആ ഷൂസ് നിനക്ക് നന്നായി ചേരുന്നുണ്ട്,
അത്യാവശ്യം പഴയ ഷൂസ് ആണ്, പക്ഷേ ഏതോ ഒരു ഫേമസ് ബാസ്കറ്റ്ബോൾ പ്ലെയർ ഉപയോഗിച്ച ഷൂസ് ആണ് എന്നാണ് ഈ പെട്ടി തന്നവർ പറഞ്ഞത് എന്ന് സിസ്റ്റർ പറയാണ്. ബാസ്കറ്റ്ബോൾ പ്ലെയറോ? ഏത് പ്ലെയർ ആണ്? അതൊന്നും എനിക്കറിയത്തില്ല, ഞാൻ ഈ ബാസ്കറ്റ്ബോൾ ഒന്നും കാണാറില്ല. ഷൂസിന്റെ അകത്ത് നോക്കിയപ്പോൾ അതിൽ MJ എന്ന് എഴുതിയത് കാൽവിൻ കണ്ടു. അതായത് ഫേമസ് ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയ മൈക്കൽ ജോർഡാന്റെ MJ. അത് കണ്ടപ്പോൾ കാൽവിന് ശരിക്കും ഷോക്കായി. മെർഫിനും റെജിനും കാൽവിന് ദാ നോക്കി MJ മൈക്കൽ ജോർഡൻസിന്റെ ഷൂസ് ആണ് ഇത് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴേക്കും ദാ ആ മച്ചവൻ ഇത് കേട്ടു. ആര്? നമ്മുടെ അസൂയാലു ആയ ഓക്സ്. അവനെല്ലാം വേണം, പക്ഷെ അവന് ധരിക്കാനൊന്നുമല്ല. ഹീറോന്റെ കയ്യിൽ നിന്ന് അവന് MJ ഷൂസ് തട്ടിപ്പറിച്ച് അത് വലിച്ചെറിയുകയാണ്. ഷൂസ് ആണെങ്കിൽ നേരെ പോയി കുടുങ്ങിയത് ഇലക്ട്രിക് വയറിലാണ്. അങ്ങനെ സങ്കടത്തോടെ ആ ഷൂസിനെ കുറിച്ച് ആലോചിച്ചിട്ട് നമ്മുടെ കാൽവിന് എങ്ങനെയും ഉറക്കം കിട്ടുന്നില്ല. അങ്ങനെ മെർഫിനും റെജിനും ഉറക്കത്തുനിന്ന് എഴുന്നേൽപ്പിച്ചിട്ടും ഞാൻ എന്ത് വന്നാലും ആ ഷൂസ് എടുക്കുമെന്ന് പറയാണ്. അങ്ങനെ അവര് 3 പേരും ആ ഷൂസ് എടുക്കാനായി രാത്രി പോവുകയാണ്. നല്ല ഇടിയും മഴയുമുള്ള രാത്രിയാണ്. എന്നാൽ ആ ഷൂസ് എടുത്തേ അടങ്ങൂ എന്നുള്ള കാൽവിന് മരത്തിന്റെ മണ്ടിൽ വളരെ റിസ്ക് എടുത്ത് ചാടിക്കയറി. എന്നിട്ട് ഇലക്ട്രിക് വയറിൽ കുടുങ്ങിയ ഷൂസ് എടുക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് ഷോക്ക് അടിക്കുകയാണ്. അങ്ങനെ കാൽവിന് ഷൂസും പിടിച്ച് താഴെ വീണു. എന്തായാലും നമ്മുടെ ഹീറോക്ക് ഷൂസ് കിട്ടിയിട്ടുണ്ട്. ആള് ഭയങ്കര ഹാപ്പി. ഇവിടെ കാൽവിൻ തന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ കൂട്ടി ബാസ്കറ്റ്ബോൾ മാച്ച് കാണാനായി പോവുകയാണ്. എന്നാൽ അവിടെയും പാരയായിട്ട് ആ ഓക്സ് വന്നു. നീ എന്താ ഇവിടെ? നിനക്ക് എവിടുന്ന ടിക്കറ്റ്സ് കിട്ടിയേ? ഞാൻ ഇത് ഗാർഡിന്റെ അടുത്ത് പോയി കംപ്ലൈന്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നീ പോയി കംപ്ലൈന്റ് ചെയ്തോ. ഞാൻ വിചാരിച്ചു നിനക്കും ടിക്കറ്റ്സ് തരാമെന്നാണ്. സോ ഇവിടെ ഓക്സിനും ഹീറോ ടിക്കറ്റ് കൊടുത്തു. അങ്ങനെ അവരെല്ലാവരും ആദ്യമായിട്ട് നേരിട്ട് ബാസ്കറ്റ്ബോൾ മാച്ച് കാണുകയാണ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓക്കെ, ചില ബാസ്കറ്റ്ബോൾ മാച്ചിന്റെ ഹാഫ് ടൈം സമയത്ത് കാണികൾക്കായിട്ടുള്ള ഒരു ഗിവ് അവേ കോntest ഉണ്ട്. അപ്പൊ അതിന്റെ റൂൾസ് എന്തെന്ന് വെച്ചാൽ ആദ്യം അവര് ഡ്രം റോള് തിരിച്ച് അതിൽ നിന്ന് ഒരു ടിക്കറ്റ് എടുക്കും. അതിലുള്ള സീറ്റ് നമ്പറിൽ ഇരിക്കുന്ന കാണിയെ അവര് ഗ്രൗണ്ടിലേക്ക് വിളിക്കും. എന്നിട്ട് നൈറ്റ്സ് ടീമിലെ ഏറ്റവും ഫേമസ് ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയ ട്രേസി റെയ്നോൾഡ്സിന്റെ കൂടെ 1 vs 1 കളിക്കും. അതായത് ട്രേസിക്ക് എതിരെ 3 പോയിന്റ്സ് സ്കോർ ചെയ്താൽ അവർക്ക് $1000 സമ്മാനമായി ലഭിക്കും. അങ്ങനെ അവര് ഡ്രം റോളിൽ നിന്ന് എടുത്ത ടിക്കറ്റുള്ള സീറ്റ് നമ്പർ വേറെ ആരുടേതുമല്ല, നമ്മുടെ കാൽവിന്റേതാണ്. കാൽവിൻ അത് കേട്ടപ്പോൾ ശരിക്കും സന്തോഷമായി. കാരണം നമ്മൾ പറഞ്ഞു കാൽവിൻ ട്രേസിയുടെ വലിയ ഒരു ഫാൻ ആണ് എന്ന്. പക്ഷെ ഇവിടെയും ആ ചൊറിയൻ ഓക്സ് കാൽവിന്റെ ടിക്കറ്റ് തട്ടിപ്പറിച്ച് അവന് പോകണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. എന്നാൽ കാൽവിൻ ഇതാ നോക്കി എന്ന് പറഞ്ഞ് അവനെ ഡിസ്ട്രാക്ട് ചെയ്ത് പെട്ടെന്ന് ഗ്രൗണ്ടിലേക്ക് ഓടുകയാണ്. സോ ആദ്യമായിട്ടാണ് കാൽവിൻ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിൽക്കുന്നത്. എല്ലാവരും തനിക്ക് വേണ്ടി കൈയടിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഹീറോക്ക് ശരിക്കും സന്തോഷമായി. അതേപോലെ തന്റെ ഇഷ്ട താരത്തെ അടുത്തുനിന്ന് കണ്ടപ്പോഴും കാൽവിന് വിശ്വസിക്കാനാവുന്നില്ല. സ്പോൺസറിന്റെ കയ്യിൽ നിന്ന് മൈക്ക് തട്ടിയെടുത്തിട്ട് തന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനോട് ഹീറോ പറയാണ്, മെർഫ്, റെജ്, നോക്ക്, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ട്രേസിയുടെ തൊട്ടടുത്താണ്. വാവ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. സോ ഇവിടെ ട്രേസിയോട് ആരും കേൾക്കാതെ സ്പോൺസർ പറയാണ്, കൊച്ചു കുട്ടിയാണ് അവൻ, അറ്റ്ലീസ്റ്റ് ഒറ്റൊരു പോയിന്റെങ്കിലും വിട്ടുകൊടുത്തേക്കെന്ന്. 3 പോയിന്റ് വിട്ടുകൊടുത്താൽ പിന്നെ അവര് $1000 സമ്മാനം കൊടുക്കേണ്ടേ. അങ്ങനെ ഹീറോ ആദ്യത്തെ ഷോട്ട് നമ്മുടെ കാൽവിന് വിട്ടുകൊടുത്തു. കാൽവിന് 1 പോയിന്റായി. ഇനി 2 പോയിന്റ് കൂടി വേണം. അടുത്ത 2 ഷോട്ട് ട്രേസി കാൽവിന് വിട്ടുകൊടുക്കാനായി പോകുന്നില്ല. എന്നാൽ രണ്ടാമത്തെ ഷോട്ട് കാൽവിൻ വളരെ ദൂരെ നിന്ന് എറിഞ്ഞു പോയിന്റ് സ്കോർ ചെയ്യുകയാണ്. കാണികളൊക്കെ അത് കണ്ട് ശരിക്കും സർപ്രൈസ്ഡ് ആയി. അപ്പൊ ഇത് കണ്ടപ്പോൾ ട്രേസിക്ക് വാശിയായി. താൻ ധരിച്ച ജാക്കറ്റൊക്കെ അഴിച്ചു. എന്നാൽ കാൽവിൻ ആണെങ്കിൽ നേരത്തെ ദൂരെ നിന്ന് ബോൾ എറിയുക മാത്രമാണ് ചെയ്തത്. എന്നാൽ മൂന്നാമത്തെ ഷോട്ടിൽ കാൽവിൻ ദൂരെ നിന്ന് ബാസ്കറ്റ്ബോൾ ഹൂപ്പിലേക്ക് ചാടി സ്കോർ ചെയ്യുകയാണ്. അപ്പൊ ഇത് കണ്ടപ്പോൾ കാണികൾ മാത്രമല്ല ലൈവായിട്ട് മാച്ച് കാണുന്ന എല്ലാവരും ശരിക്കും ഷോക്കായി. എല്ലാവരും എഴുന്നേറ്റ് നിന്നൊക്കെ കൈയടിക്കുകയാണ്. മാത്രമല്ല ഹാഫ് ടൈം ബ്രേക്കിലെ ഈ ചെറിയൊരു പ്രകടനം കണ്ട് ഈ 13 വയസ്സുകാരന് ഒരുപാട് ആരാധകരും ഉണ്ടായി. അങ്ങനെ അടുത്ത മാച്ചിന് വേണ്ടി ടീമിലെ മെമ്പർ ആയിട്ട് കാൽവിനെയും സെലക്ട് ചെയ്യണമെന്ന് കോച്ചിനോട് സ്പോൺസർ പറയാണ്. എന്നാലേ ഒരുപാട് ആൾക്കാർ മാച്ച് കാണാനായി വരികയുള്ളൂ. ഒന്നാമത് അവൻ ഇപ്പോൾ ഒരുപാട് ആരാധകരുണ്ട്. അങ്ങനെ സ്പോൺസറും കോച്ചും കാൽവിൻ താമസിക്കുന്ന ഓർഫനേജിൽ ബിറ്റിൽമാനെ കാണാനായി ചെന്നു. അപ്പോൾ ഈ സ്പോൺസറിന്റെ ഉദ്ദേശം ഒരൊറ്റ ദിവസത്തേക്ക് അഥവാ ഒരൊറ്റ മാച്ചിന് വേണ്ടി മാത്രം കാൽവിനെ കൊണ്ടുപോകണം എന്നാണ്. അല്ലാതെ ടീമിലേക്ക് കയറ്റാനൊന്നുമല്ല. ബിറ്റൽമാന് ആദ്യം അതൊന്നും പറ്റത്തില്ല, ഇവിടെ ഒരുപാട് റൂൾസ് ഉണ്ട്, അങ്ങനെ വെറുതെ കുട്ടികളെ വിടാനൊന്നും കഴിയത്തില്ല എന്നൊക്കെ പറയാണ്. അപ്പൊ സ്പോൺസർ പറയാണ്, ഓഹോ, $5000 താങ്കൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾ കാൽവിനെ വിടേണ്ട. എന്ത് $5000? യെസ്, ഫോർ 1 ഡേ കോൺട്രാക്ട്. എന്നാലും ഞാൻ അവന്റെ ഗാർഡിയൻ ആണ്, അവന്റെ സേഫ്റ്റിയാണ് എനിക്കെല്ലാം. ഓക്കെ, വാട്ട് അബൌട്ട് 7500? ഓ യെസ് യെസ്, ഡീലാണ് എന്ന് പറഞ്ഞ് ബിറ്റൽമാൻ സ്പോൺസറിന് കൈ കൊടുത്തു. അങ്ങനെ നൈറ്റ്സ് എന്ന ടീമിൽ $7500 ബിറ്റൽമാന് കൊടുത്തുകൊണ്ട് കാൽവിന് ഒരൊറ്റ ദിവസത്തേക്കായിട്ട് നൈറ്റ്സ് ടീം എടുക്കുകയാണ്. എന്നാൽ കാൽവിൻ ഇതിനെക്കുറിച്ച് അറിയത്തില്ല കേട്ടോ. കാൽവിന്റെ വിചാരം തന്നെ സ്ഥിരമായിട്ട് നൈറ്റ്സ് ടീമിൽ സൈൻ ചെയ്തു, ഇനി അവൻ ആ ടീമിലെ സ്ഥിരം പ്ലെയർ ആയിരിക്കും എന്നൊക്കെയാണ്. എന്തായാലും കാൽവിന്റെ ഈ അച്ചീവ്മെന്റിൽ മെർഫും റെജും ഭയങ്കര ഹാപ്പിയാണ്. അവര് കാൽവിനോട് ചോദിക്കാണ്, എന്നാൽ
കാലം എങ്ങനെയാണ് നീ അത് ചെയ്തത്? ഇത്രയും കാലം നീ നമ്മുടെ കൂടെ ബാസ്കറ്റ്ബോൾ കളിക്കുമ്പോൾ ഇതുപോലെയൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. എന്താണ് ശരിക്കും സംഭവിച്ചത്? അങ്ങനെ കാൽവിൻ ആ സത്യം അവരോട് പറയാണ്. അതായത് ഈ ഷൂസ് കിട്ടിയതിന് ശേഷം, ഈ ഷൂസ് ധരിച്ചതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ കളിക്കാൻ സാധിച്ചത്. എല്ലാം ഈ ഷൂസ് കൊണ്ട് മാത്രമാണ്. എനിക്ക് തോന്നുന്നില്ല ഈ ഷൂസ് ഇല്ലെങ്കിൽ എനിക്ക് അങ്ങനെ കളിക്കാൻ പറ്റുമെന്ന്. ബാസ്കറ്റ്ബോൾ എടുത്ത് കാൽവിൻ ഒരു ഷോട്ട് എടുത്തു, അത് സ്കോർ ആവുകയും ചെയ്തു. അങ്ങനെ ഹീറോക്ക് ശരിക്കും മനസ്സിലായി തന്റെ ഷൂസിന്റെ പവർ ആണ് എല്ലാം എന്ന്. അപ്പൊ ഇതൊക്കെ കാൽവിൻ തന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനോട് പറയുന്ന സമയത്ത് ഓക്സ് എന്ന അസൂയാലുവായ പയ്യനാണെങ്കിൽ അതൊക്കെ ദൂരെ നിന്ന് ഒളിഞ്ഞു കേൾക്കുന്നുമുണ്ടായിരുന്നു. അങ്ങനെ കാൽവിൻ നൈറ്റ്സ് ടീം ഡ്രസ്സിംഗ് റൂമിലെത്തി. എല്ലാ പ്ലേയേഴ്സും നല്ല രീതിയിൽ തന്നെയാണ് കാൽവിനെ അവരുടെ ടീമിലേക്ക് സ്വാഗതം ചെയ്തത്. ഇവിടെ സ്പോൺസർ കാൽവിന്റെ അടുത്തേക്ക് ജേഴ്സിയും ഷോർട്സും അതേപോലെ പുതിയ ബൂട്ട്സും കൊണ്ടുവരികയാണ്. എന്നിട്ട് നീ ഇത് ധരിക്കണമെന്ന് പറഞ്ഞു. അപ്പോ കാൽവിൻ പെട്ടു. കാരണം ഈ ഷൂസ് ധരിച്ചിട്ടൊന്നും കാൽവിൻ അതേപോലെ കളിക്കാൻ സാധിക്കില്ല. സ്പോൺസറിനോട് കാൽവിൻ പറയാണ്, സർ എനിക്ക് എന്റെ ഷൂസ് മതി, ഞാൻ അതിൽ മാത്രമേ കംഫർട്ടബിൾ ആവത്തുള്ളൂ. എനിക്ക് വേറെ ഷൂസ് ഇട്ടാലൊന്നും വൃത്തിയിൽ കളിക്കാനാവത്തില്ല, ഞാൻ കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. അപ്പൊ സ്പോൺസർ പറയാണ്, കളിക്കാനോ? നീ ജസ്റ്റ് നന്നായി ജേഴ്സി ധരിച്ച് നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. എന്ത്, ഞാൻ കളിക്കാനല്ലേ അപ്പൊ വന്ന്? അങ്ങനെ കോച്ചിനെ കാണാൻ പോയപ്പോൾ കോച്ചിന് ഈ പയ്യനോട് ഭയങ്കര സഹതാപമാണ്. അദ്ദേഹം കാൽവിനോട് സത്യം പറഞ്ഞു. അതായത് നീ അന്ന് ഹാഫ് ടൈമിൽ കളിച്ച പ്രകടനം കാരണം ഒരുപാട് പേർക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് മാച്ചിന് ഒരു ഹൈപ്പ് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് സ്പോൺസർ ഒരൊറ്റ ദിവസത്തേക്കായി നിന്നെ ടീമിലേക്ക് എടുത്തത്. ആൻഡ് നീ ഇന്ന് കളിക്കുകയുമില്ല. സോറി കാൽവിൻ. ഇറ്റ്സ് ഓക്കെ സർ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ കാൽവിൻ ചെന്നു. ഓക്കെ, ഇവിടെ മാച്ച് സ്റ്റാർട്ട് ചെയ്തു. കാണികൾ എല്ലാവരും കാൽവിൻ ഇറങ്ങണമെന്ന് പറഞ്ഞാണ് ചീർ ചെയ്യുന്നത്. എന്നാൽ കോച്ചിന് ഈ വലിയ റിസ്ക് എടുക്കാൻ കഴിയത്തില്ല. കാരണം ഇന്റർനാഷണൽ ലെവൽ മാച്ച് ആണ് നടക്കുന്നത്. അതിൽ ഈ കൊച്ചു പയ്യനെ ഇറക്കി ടീം തോറ്റാൽ എല്ലാവരും കുറ്റപ്പെടുത്തുക കോച്ചിനെ മാത്രമായിരിക്കും. അതുകൊണ്ട് അദ്ദേഹം ആ റിസ്ക് എടുക്കാൻ തയ്യാറല്ലായിരുന്നു. എന്നാൽ നൈറ്റ്സ് ടീമിലെ ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. എതിർ ടീം ആണെങ്കിൽ അവരെക്കാൾ പോയിന്റ്സിൽ മുന്നിലുമാണ്. അങ്ങനെ ഹാഫ് ടൈം ബ്രേക്ക് ആയപ്പോൾ കോച്ച് പ്ലേയേഴ്സിനോട് എല്ലാവരോടും കളി തിരിച്ചു വരാനായി ഒരു കംബാക്ക് നടത്താനായി പറയുകയാണ്. അതിനുള്ള പ്ലാൻസും കോച്ച് പറയാണ്. എന്നാൽ കോച്ചിന്റെ പ്ലാൻ വർക്ക് ആവത്തില്ല. കാരണം നമ്മുടെ ടീമിന് ചില വീക്ക് പോയിന്റ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഒരു എക്സ്പീരിയൻസ്ഡ് കോച്ച് പറയുന്നത് പോലെ കാൽവിൻ അവരോട് ചില ട്രിക്സ് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഒരു കൊച്ചു പയ്യൻ പറഞ്ഞത് കേൾക്കുന്നത് റിസ്ക് അല്ലേ, അത് ടീമിനെ ബാധിക്കുമോ എന്നൊക്കെ കോച്ചിന് ആദ്യം പേടി ഉണ്ടായെങ്കിൽ കൂടി കോച്ച് ആ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. അതായത് കാൽവിൻ പറഞ്ഞതുപോലെയുള്ള ടാക്ടിക്സ് മാച്ചിൽ കൊണ്ടുവരാനായി കോച്ച് പ്ലേയേഴ്സിനെ നിർദ്ദേശിച്ചു. അതേപോലെ കോച്ച് മറ്റൊരു റിസ്ക് കൂടി എടുത്തു. അത് വേറൊന്നുമല്ല, നമ്മുടെ കാൽവിനെ കളിക്കാൻ ഇറക്കുകയാണ്. അത് കേട്ടപ്പോ കാൽവിൻ ആളൊന്ന് ഷോക്കായി. കാരണം കാൽവിൻ ധരിച്ചത് അവർ കൊടുത്ത ഷൂസ് ആണ്. അത് ധരിച്ചാൽ കാൽവിന് സ്കിൽഫുൾ ആയിട്ട് കളിക്കാൻ ആവത്തൊന്നുമില്ല. അങ്ങനെ കാൽവിൻ മെല്ലെ മുങ്ങാൻ ശ്രമിച്ചപ്പോഴേക്കും അവർ കാൽവിനെ പിടിച്ച് കൺഗ്രാറ്റ്സ്, നീ ഇറങ്ങാൻ പോവുകയാണ് എന്നൊക്കെ പറയാണ്. ഇവിടെ സ്പോൺസർ കോച്ചിനോട് ചോദിക്കാണ്, താൻ എന്തോ മണ്ടത്തരമാണ് ചെയ്യുന്നത്? ഈ കളിയൊക്കെ ഇതുപോലെ മണ്ടത്തരം ചെയ്ത് തോറ്റാൽ അത് നമ്മുടെ ടീമിന്റെ റെപ്യൂട്ടേഷനെ തന്നെ ബാധിക്കും. അപ്പൊ കോച്ച്, ഇല്ല എനിക്ക് അവനെ വിശ്വാസമുണ്ട് എന്ന് സ്പോൺസറിനോട് പറയാണ്. എന്തായാലും നമ്മുടെ കാൽവിൻ കളിക്കാനായി ഇറങ്ങി. ആള് നല്ല രീതിയിൽ പേടിച്ചിട്ടാണുള്ളത്. എന്നാൽ കാണികൾ എല്ലാവരും കാൽവിന്റെ പേര് വിളിച്ച് കാൽവിൻ എന്ന 13 വയസ്സുകാരനെ സപ്പോർട്ട് ചെയ്യുകയാണ്. എന്നാൽ ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല എന്ന് മനസ്സിലായ കാൽവിന് റഫറിയോട് എനിക്ക് ടോയ്ലറ്റ് ബ്രേക്ക് വേണമെന്ന് പറഞ്ഞു പെട്ടെന്ന് ഗ്രൗണ്ടിൽ നിന്ന് ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടി പോവുകയാണ്. അങ്ങനെ തന്റെ MJ ഷൂസും ധരിച്ചുകൊണ്ട് അവൻ ഗ്രൗണ്ടിൽ തിരിച്ചെത്തി. അങ്ങനെ പിന്നെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, യെസ്, നിങ്ങൾ ഗസ് ചെയ്തതുപോലെ തന്നെ കാൽവിൻ തോൽക്കാനായി നൈറ്റ്സ് ടീമിന് അടിപൊളി പ്രകടനം കാഴ്ചവെച്ച് അവരെ വിജയിപ്പിച്ചു. അങ്ങനെ ഇത് കണ്ട് കാൽവിന് ലോകമെമ്പാടും ചർച്ച ചെയ്യുന്ന ഒരു താരമായി മാറി. പിന്നെ നമ്മൾ പറഞ്ഞു നൈറ്റ്സ് ടീമിന്റെ സ്പോൺസർ ഒരൊറ്റ ദിവസത്തേക്ക് ഒരു ഹൈപ്പിന് വേണ്ടി മാത്രമാണ് 13 വയസ്സുകാരനെ സൈൻ ചെയ്തത്. എന്നാൽ ഇപ്പോൾ അവർ കാൽവിന്റെ കോൺട്രാക്ട് നീട്ടുകയാണ്. കാൽവിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സും എല്ലാവരും കാൽവിന്റെ ഈ വിജയം കണ്ട് ശരിക്കും ഹാപ്പിയാണ്. എന്നാൽ അവരെക്കാൾ ഹാപ്പി നമ്മുടെ ഗാർഡിയനായ ബിറ്റൽമാൻ ആണ്. അത് കാൽവിൻ സക്സസ്ഫുൾ ആയതുകൊണ്ടൊന്നുമല്ല, കാൽവിൻ കാരണം ഇങ്ങേര് ഒരുപാട് കാശ് ഉണ്ടാക്കുന്നുണ്ട്. കാൽവിൻ ബാസ്കറ്റ് ബോൾ കളിക്കാനായി മറ്റു സ്ഥലങ്ങളിൽ പോവാനായി ഒരുങ്ങുമ്പോൾ ബിറ്റൽമാൻ പറയാണ്, കാൽവിൻ നീ പുറത്തു പോകുമ്പോൾ നിന്നെ അഡോപ്റ്റ് ചെയ്യാനായി ഒരുപാട് പേര് വരും. നീ ഒരു കാര്യം മനസ്സിലാക്കണം, അവരൊക്കെ വരുന്നത് നിന്നെ വളർത്താനോ അതോ നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടോ ഒന്നുമല്ല, നിന്റെ പണവും പ്രശസ്തിയും കണ്ട് മാത്രമാണ്. സോ നീ സൂക്ഷിക്കണം. ഇനി ബിറ്റൽമാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? കാൽവിനെ വേറെ ആരെങ്കിലും അഡോപ്റ്റ് ചെയ്താൽ ഇങ്ങേർക്ക് കാൽവിന്റെ പൈസക്ക് പുട്ടടിക്കാൻ കഴിയത്തില്ലല്ലോ, അതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ഇങ്ങേർക്ക് കാൽവിനെ ഇഷ്ടമുള്ളത് കൊണ്ടൊന്നുമല്ല. അങ്ങനെ അവര് ഫ്ലൈറ്റിൽ യാത്ര തുടങ്ങി. കോച്ച് ട്രേസിയോട് പറയാണ്, കാൽവിന് നല്ല സ്കില്ലുണ്ട്, പക്ഷെ അവന് നല്ലൊരു മെന്ററിനെ വേണം. നീ എന്തായാലും ഒറ്റയ്ക്കല്ലേ റൂമില്, അതുകൊണ്ട് അവനെ കൂടി ഞാൻ നിന്റെ റൂമിൽ ആക്കുകയാണ്. സർ എന്ത്, നോ വേ, അതൊന്നും പറ്റില്ല എന്ന് ട്രേസി പറയാണ്. ട്രേസി, നിനക്ക് വേറെ വഴിയില്ല, ഞാൻ പറയുന്നത് കേട്ടേ പറ്റൂ, നിന്റെ റൂമിൽ തന്നെ ആയിരിക്കും കാൽവിനും. അങ്ങനെ 5 സ്റ്റാർ ഹോട്ടലിലെത്തി. ഹോട്ടൽ മുറി കണ്ടപ്പോ നമ്മുടെ കാൽവിൻ ശരിക്കും ഷോക്കായി. തന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാൽവിൻ ഇത്രയും സെറ്റപ്പ് ഉള്ള മുറി കാണുന്നത് തന്നെ. രാത്രി കാൽവിനോട് ട്രേസി
പറയാണ്, കാൽവിൻ ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം, നീ ഇവിടെ നിൽക്കണം. എന്ത്, ഞാൻ ഇവിടെ ഒറ്റക്ക് നിന്ന് എന്ത് ചെയ്യാനാ? നീ വേണമെങ്കിൽ റൂം സർവീസിനെ വിളിച്ചോ, എന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്തോ. എന്റെ കയ്യിൽ അതിന് കാശൊന്നുമില്ല. കാൽവിൻ, അതിന് കാശൊന്നും വേണ്ട. ദാ നോക്ക്, ഫോൺ എടുക്കുക, 6 പ്രസ് ചെയ്യുക, അപ്പൊ റൂം സർവീസിൽ കോൾ പോകും. എന്നിട്ട് നിനക്ക് എന്താണോ വേണ്ടത് അത് ഓർഡർ ചെയ്തോ, എല്ലാം ഫ്രീ ആണ്. ഓക്കെ, ടേക്ക് കെയർ, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ട്രേസി പോവുകയാണ്. ട്രേസി പോയതിനു ശേഷം നമ്മുടെ കാൽവിന് റൂം സർവീസിനെ വിളിച്ചു. കാൽവിന് ഇപ്പോഴും വിശ്വാസമില്ല ഫുഡൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമെന്ന്. അങ്ങനെ വിളിച്ചു ചോദിച്ചു, ഞാൻ എന്ത് ഓർഡർ ചെയ്താലും ഫ്രീ ആണോ എന്ന്. യെസ് സർ, എല്ലാം ഫ്രീ ആണ്. അത് കേട്ട ഉടനെ നമ്മുടെ കാൽവിന് കണ്ടമാനം ഓർഡർ ചെയ്യുകയാണ്. പിസ്സ, ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ്, ലോബ്സ്റ്റർ, ഐസ്ക്രീംസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. രാത്രി ട്രേസി തന്റെ ഗേൾഫ്രണ്ടുമായി റൂമിലേക്ക് വന്നപ്പോൾ കാണുന്ന കാഴ്ച കാൽവിൻ ഭക്ഷണമൊക്കെ കഴിച്ച് മത്ത് പിടിച്ച് നിലത്ത് കിടക്കുന്നതാണ്. അപ്പൊ കാൽവിനെ കണ്ടപ്പോ ഗേൾഫ്രണ്ട്, ഹേയ് കാൽവിൻ, നീയോ? ട്രേസി, എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞിട്ടില്ല കാൽവിൻ നിന്റെ കൂടെ ഉണ്ട് എന്ന്? ഞാൻ ഇവന്റെ വലിയ ഫാനാണ്. അങ്ങനെ രാത്രി അവര് 3 പേരും ഒന്നിച്ചു പോയി. ട്രേസിയുടെ ഗേൾഫ്രണ്ട് ആണെങ്കിൽ അന്ന് രാത്രി ട്രേസിയോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാൽവിനോടാണ് സംസാരിച്ചത്. പാവം ട്രേസിയണൻ അവിടെ വായും പൊളന്ന് ഇരിക്കുന്നത് കാണാം. അങ്ങനെ രാത്രി അവര് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് കാൽവിൻ ട്രേസിയോട് ചോദിക്കാണ്, ട്രേസി അങ്ങനെ കിടക്കുകയാണോ? ഉറങ്ങുന്നതിന് മുൻപ് പ്രാർത്ഥിക്കാറൊന്നുമില്ലേ? എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല. നീ വേണമെങ്കിൽ പ്രാർത്ഥിച്ചു കിടന്നോ. അത് പറ്റില്ല. അനാഥാലയത്തിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കാറുള്ളത്. ശരി ശരി. അങ്ങനെ ദൈവവിശ്വാസിയൊന്നും അല്ലാത്ത ട്രേസിയും കാൽവിന്റെ കൂടെ പ്രാർത്ഥിക്കുകയാണ്. ഉറങ്ങാൻ കിടന്ന സമയത്ത് ട്രേസിയോട് കാൽവിൻ ചോദിക്കാണ്, ഹേ ട്രേസി, താങ്കളുടെ മാതാപിതാക്കളൊക്കെ എവിടെയാണ്? താങ്കൾ ഭയങ്കര ലക്കിയാണല്ലേ. നിങ്ങളെ പോലെയുള്ളവർക്ക് അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവത്തില്ലേ? അപ്പൊ ട്രേസി പറയാണ്, എനിക്ക് ആരുമില്ല, എന്റെ അച്ഛനും അമ്മയൊക്കെ മരണപ്പെട്ടു എന്ന്. എന്തായാലും ഉറങ്ങാൻ കിടന്ന സമയത്ത് നമ്മുടെ കാൽവിൻ ആണെങ്കിൽ ഭയങ്കര കൂർക്കം വലിയാണ്. ആ കൂർക്കം വലി കേട്ടിട്ട് ട്രേസിക്കാണെങ്കിൽ രാത്രി ഒട്ടും ഉറങ്ങാനും പറ്റിയിട്ടില്ല. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ കാൽവിന്റെ ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വരുന്ന എല്ലാ മാച്ചിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് നമ്മുടെ കാൽവിൻ വലിയ ഒരു സ്റ്റാർ ആയി തന്നെ മാറുകയാണ്. പ്രശസ്തി, പണം എല്ലാം കാൽവിൻ നേടിയെടുത്തു. തന്റെ ഓർഫനേജിലെ ഫ്രണ്ട്സിന് എല്ലാവർക്കും കാൽവിൻ സ്കൂട്ടർ മേടിച്ചു കൊടുത്തു. അതേപോലെ എതിർ ടീമിലെ പ്ലേയേഴ്സ് വരെ കാൽവിന്റെ അടുത്തേക്ക് ഓട്ടോഗ്രാഫ് ചോദിച്ചു വരാൻ തുടങ്ങി. പക്ഷെ വലിയ കോമഡി എന്തെന്ന് വെച്ചാൽ കാൽവിന്റെ ടീച്ചർ ഹോംവർക്കിന്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടില്ലേ. പുള്ളിക്കാരി ഇടക്കിടക്ക് വരും. എന്തിന്? കാൽവിനെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിക്കാനായി. അതൊക്കെ കോമഡിയാണ്. ഓക്കെ, എന്തായാലും ഇവിടെ ടൂർണമെന്റ് ഒക്കെ വിജയിച്ചതിന് ശേഷം കാൽവിൻ തിരിച്ച് ഓർഫനേജിലേക്ക് തന്നെ പോയി. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് 5 സ്റ്റാർ ഹോട്ടലിലെ കഥകളും ഫ്രീ ഫുഡിന്റെ കഥകളൊക്കെ കാൽവിൻ മെർഫിനോട് പറയാണ്. അപ്പൊ ഈ കഥകളൊക്കെ തൊട്ടപ്പുറമുള്ള ബെഡിലുള്ള ഓക്സ് കേട്ടിട്ട് അവനാണെങ്കിൽ അസൂയായിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. അവന് ദേഷ്യത്തിൽ കാൽവിന്റെ ഷൂസ് തട്ടിയെടുക്കാനായി നോക്കുകയാണ്. അങ്ങനെ ഫുൾ ഒച്ചയും ബഹളവുമായി. അങ്ങനെ ബിറ്റൽമാൻ കയറി വന്നു. എന്താ പ്രശ്നമെന്ന് ചോദിച്ചിട്ട് ഓക്സ് അദ്ദേഹത്തോട് പറയാണ്, സർ, അവന് കഴിവില്ലത് കൊണ്ടൊന്നുമല്ല, അവന്റെ ഷൂസ് കാരണമാണ് അവന് കളിക്കാനാവുന്നത്. എനിക്ക് ആ ഷൂസ് കിട്ടിയാൽ ഞാനും അതുപോലെ കളിച്ച് വലിയ ആളാവും എന്നൊക്കെ അസൂയാലുമായ ഓക്സ് ബിറ്റൽമാനോട് പറയാണ്. എന്നാൽ അദ്ദേഹം ഓക്സിനെ വഴക്കു പറഞ്ഞു, നീ മേലാൽ ഇനി അവനെ തൊട്ടാൽ നിന്റെ സ്ഥാനം വെളിയിലായിരിക്കും, മനസ്സിലായോ നിനക്ക്? സോ ഇവിടെ അടുത്ത മാച്ചിനായി ട്രേസിയും കാൽവിനും ഒന്നിച്ച് ഹോട്ടലിൽ നിൽക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ട്രേസിക്ക് ഭയങ്കര അലർജിയും തുമ്മലുമാണ്. അതേപോലെ കാൽവിന്റെ കൂർക്കം വലി കാരണം അദ്ദേഹത്തിന് ഉറങ്ങാനും കഴിയുന്നില്ല. അങ്ങനെ സ്ലീപ്പിംഗ് പിൽസും അലർജിക്കുള്ള മരുന്നും വാങ്ങാനായി ട്രേസി ഫാർമസിയിലേക്ക് പോവുകയാണ്. കൂടെ കാൽവിനും പോകുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഗുളികയൊക്കെ വാങ്ങിക്കഴിഞ്ഞതിനു ശേഷം ഒരു കോമഡി കൂടി നടന്നിട്ടുണ്ട്. ട്രേസി അലർജിയുടെ ഗുളികയാണ് ഇപ്പോൾ കഴിക്കേണ്ടത്. ഉറങ്ങാനുള്ള ഗുളിക കിടക്കുന്നതിന് മുൻപായിട്ടാണ് കഴിക്കേണ്ടത്. എന്നാൽ ട്രേസി ഗുളിക മാറി കഴിച്ചു. അതായത് അലർജിയുടെ ഗുളിക കഴിക്കുന്നതിന് പകരം ഉറങ്ങാനുള്ള ഗുളികയാണ് ട്രേസി ഇപ്പോൾ കഴിച്ചത്. അങ്ങനെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ട്രേസി ഉറക്കം തൂങ്ങുകയാണ്. ട്രാഫിക് സിഗ്നൽ വണ്ടി നിർത്തിയപ്പോൾ ട്രേസി കംപ്ലീറ്റ് ഉറങ്ങിപ്പോയി. എത്ര വിളിച്ചിട്ടും എഴുന്നേൽക്കുന്നില്ല. അങ്ങനെ വേറെ വഴിയില്ലാതെ നമ്മുടെ കാൽവിന് ട്രേസിയെ പാസഞ്ചർ സീറ്റിലേക്ക് മാറ്റി കാൽവിൻ വണ്ടി എടുക്കാനായി പോവുകയാണ്. എന്നാൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നപ്പോൾ മുൻപിലുള്ളത് ഒന്നും കാണുന്നില്ല. അങ്ങനെ സ്പെയർ വീൽ എടുത്ത് സീറ്റിൽ വെച്ച് കാൽവിൻ വണ്ടി ഓടിച്ച് ഹോട്ടലിലേക്ക് എത്തിച്ചു. ആൻഡ് വേറെ കാര്യം, ഒരുപാട് സ്ഥലങ്ങളിൽ വണ്ടി ഇടിച്ചിട്ടുമുണ്ട്. സോ ആദ്യമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രേസിക്ക് കാൽവിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ ട്രേസിക്ക് കാൽവിനെ ഒരുപാട് ഇഷ്ടമാണ്. കാൽവിൻ ഓർഫനേജിൽ പോകുന്ന സമയത്തൊക്കെ ട്രേസിക്ക് എന്തോ ഒരു ഒറ്റപ്പെട്ട ഫീലാണ്. അപ്പൊ ഇവിടെ ഓർഫനേജിൽ കുറെ ദമ്പതികൾ നമ്മുടെ കാൽവിനെ അഡോപ്റ്റ് ചെയ്യാനായി വന്നു. ആദ്യം അവര് കാൽവിന്റെ ഒന്നിച്ച് സംസാരിക്കണം. എന്നിട്ട് കാൽവിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അവരുടെ കൂടെ ചെന്നാൽ മതി. എന്നാൽ കാൽവിൻ പോയാൽ ബിസിനസ് ഒക്കെ നഷ്ടമാവുന്നത് ബിറ്റൽമാൻ ആണ്. അതുകൊണ്ട് അദ്ദേഹം അറിഞ്ഞും കൊണ്ട് കുറെ വൃത്തികെട്ട ദമ്പതികളെ സെലക്ട് ചെയ്ത് കാൽവിനെ അഡോപ്റ്റ് ചെയ്യാനായി അയച്ചു. സ്വാഭാവികമായിട്ടും അവരെ കാൽവിനെ റിജക്ട് ചെയ്യും. അങ്ങനെ കാൽവിൻ ആരുടെയും കൂടെ പോയിട്ടൊന്നുമില്ല. സോ ഇവിടെ കാൽവിൻ നമ്മുടെ ട്രേസിയുടെ സ്വന്തം വീട്ടിലേക്ക് അദ്ദേഹം ക്ഷണിച്ചിട്ട് പോവുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീടൊക്കെ കണ്ട് കാൽവിൻ ശരിക്കും ഷോക്കായി. അത്രയും സെറ്റപ്പ് ആണ്. പക്ഷെ കാൽവിന് എന്തോ ഒരു സങ്കടമുണ്ട്. എന്താ
എന്താണ് പ്രശ്നം എന്ന് ട്രേസി ചോദിക്കാണ്. ഏയ് ഒന്നുമില്ല കാൽവിൻ, നീ വെറുതെ കളവ് പറയണ്ട, നിന്റെ മുഖം കണ്ടാൽ എനിക്കറിയാം എന്തുകൊണ്ട് എന്താണ് എന്ന് നീ എന്നോട് പറ, എന്താണേലും ഞാൻ സോൾവ് ആക്കാന്നേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ വരുന്ന ആഴ്ച ജിയോമെട്രി എക്സാം ഉണ്ട്, എനിക്കാണെങ്കിൽ ജിയോമെട്രി ഒരു വസ്തുവും അറിയത്തില്ല. അയ്യേ അതാണോ പ്രശ്നം, നീ ബുക്ക് കാണിക്കും, അതൊക്കെ സിമ്പിൾ അല്ലേ, ഞാൻ പഠിപ്പിക്കാം. എന്നാൽ ട്രേസിയുടെ ജിയോമെട്രി ബുക്ക് കണ്ടപ്പോ തന്നെ തലകറങ്ങി. എന്നാൽ ട്രേസി പറയാണ് എനിക്ക് കുറച്ച് സമയം താ, അതിനുള്ളിലായിട്ട് ഞാൻ നിന്നെ പഠിപ്പിക്കാം. അങ്ങനെ അദ്ദേഹം വളരെ വ്യത്യസ്തമായിട്ടാണ് കാൽവിനെ ജിയോമെട്രി പഠിപ്പിച്ചത്. കാൽവിന് നന്നായിട്ട് ബാസ്കറ്റ്ബോൾ റൂൾസ് ഒക്കെ അറിയാം. അങ്ങനെ അതിൽ നിന്ന് ഓരോ എക്സാമ്പിൾ ഒക്കെ എടുത്ത് ചുമരിൽ പെയിന്റ് ചെയ്ത് ട്രയാങ്കിൾസ് ഒക്കെ വരച്ചാണ് ട്രേസി കാൽവിനെ ജിയോമെട്രി പഠിപ്പിച്ചത്. അങ്ങനെ അവര് രണ്ടുപേരും എൻജോയ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അതേപോലെ അവർ ഭയങ്കര ഹാപ്പിയുമാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഹം ഒട്ടാകെ പെയിന്റ് ഒക്കെ തെറിപ്പിച്ച് കളിക്കുകയാണ്. ആ സമയമാണ് ആരോ ബെല്ലടിച്ചത്. അത് വേറെ ആരുമല്ല, മെർഫാണ്. മെർഫിനെയും ട്രേസിയാണ് ക്ഷണിച്ചത്. നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് മെർഫ് ചോദിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ജിയോമെട്രി പഠിക്കുകയാണ് എന്ന് അവർ പറയാണ്. എനിക്കും ജിയോമെട്രി ഒന്നും അറിയത്തില്ല, എന്നെയും പഠിപ്പിക്കാമോ എന്ന് മെർഫ് പറയാണ്. അവര് മെർഫിന്റെ ദേഹത്തും പെയിന്റ് ഒക്കെ ആക്കി അവര് മൂന്ന് പേരും ട്രേസിയുടെ ആ $1,000,000 വില വരുന്ന വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ കളിക്കുകയാണ്. നമ്മൾ പറഞ്ഞു ട്രേസി ഒറ്റപ്പെട്ട പോലെയാണ്, എന്നാൽ ഇപ്പോഴാണ് ആള് ഭയങ്കര ഹാപ്പി ആയത് ഇവർ രണ്ടുപേരും വന്നതുകൊണ്ട്. ഓക്കെ ഗൈസ്, ഇനി വരുന്ന ഗെയിംസ് ഒക്കെ വളരെ ക്രൂഷ്യൽ ഗെയിംസ് ആണ്, കാരണം ഇതിലൊക്കെ ജയിച്ചാൽ മാത്രമേ അവർക്ക് പ്ലേ ഓഫ്സിൽ സെലക്ഷൻ കിട്ടുകയുള്ളൂ. സോ ഇവിടെ ട്രേസി വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കാണാം. ആള് ഭയങ്കര ഒറ്റപ്പെട്ട അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ അടിച്ചിട്ടാണ് ഇരിക്കുന്നത്, കാരണം കേൽവിൻ വീട്ടിലില്ല, ഓർഫനേജിൽ പോയിട്ടാണുള്ളത്. ഇവിടെ ഓക്സിനോട് ബിറ്റർമാൻ ചോദിക്കാണ് നീ അന്ന് പറഞ്ഞത് സത്യമാണോ, അതായത് കാൽവിന്റെ ബാസ്കറ്റ്ബോൾ സ്കില്ലൊക്കെ ആ ഷൂസ് കാരണമാണോ എന്ന്. അപ്പൊ ഓക്സ് അതെ ഞാൻ പറഞ്ഞത് സത്യമാണ് എന്ന് പറയാണ്. അങ്ങനെ ബിറ്റർമാന്റെ മനസ്സിൽ ഒരു ഐഡിയ തോന്നി. ബിറ്റർമാൻ കാൽവിൻ ആണെങ്കിൽ പുതിയ ഷൂസ് മേടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നീ ഇത് ധരിക്കെന്ന് പറയാണ്. അപ്പൊ കാൽവിൻ ഏയ് എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞു. പ്ലീസ് ഞാൻ നിനക്കായി വാങ്ങിയതല്ലേ, നീ അറ്റ്ലീസ്റ്റ് ഇത് എനിക്കിട്ട് കാണിച്ചതാ എന്ന് ബിറ്റർമാൻ പറയാണ്. അങ്ങനെ തന്നെ സൂപ്പർ പവർ ഉള്ള MJ ഷൂസ് ബാഗിൽ വെച്ചേക്കെന്ന് പറഞ്ഞ് ആ ഷൂസ് കാൽവിൻ മെർഫിനെ ഏൽപ്പിച്ചു. എന്നിട്ട് കാൽവിൻ പുറത്തു പോവുകയാണ്. എന്നാൽ കാൽവിൻ പുറത്തു പോയ സമയത്ത് ഈ ഓക്സ് ആണെങ്കിൽ മെർഫിനെ പിടിച്ചു വെച്ചു. ബിറ്റിൽമാൻ ആണെങ്കിൽ മെർഫിന്റെ കയ്യിലുള്ള തന്റെ മരണപ്പെട്ട അമ്മയുടെ ഒരേ ഒരു ഫോട്ടോ കത്തിക്കുകയാണ്. എന്നിട്ട് പറയാണ് നീ അവന്റെ ഷൂസ് എവിടെയാണ് വെച്ചത് എന്ന് പറ, അല്ലെങ്കിൽ ഈ ഫോട്ടോ ഞാൻ മുഴുവനായിട്ടും കത്തിക്കും. അങ്ങനെ വേറെ വഴിയില്ലാതെ അത് എവിടെയാണുള്ളത് എന്ന് മെർഫ് പറഞ്ഞു കൊടുത്തു. അതേപോലെ ഈ കാര്യം കാൽവിനോട് പറഞ്ഞാൽ ഈ ഫോട്ടോ ഞാൻ മുഴുവനായിട്ടും കത്തിക്കും എന്നും ബിറ്റർമാൻ മെർഫിനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഓക്കെ, ഇനി നിങ്ങൾക്കിപ്പോ സംശയം ഉണ്ടാവും, ബിറ്റർമാൻ കാൽവിനെ വെച്ച് ഒരുപാട് കാശ് സമ്പാദിക്കുന്നതല്ലേ, പിന്നെ എന്തിന് അങ്ങേര് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന്. സംഭവം വേറൊന്നുമല്ല, അദ്ദേഹത്തിന് കാശിനുള്ള ആർത്തി കൂടി വന്നു. അങ്ങനെ നൈറ്റ്സ് ടീം ജയിക്കുന്നത് കാൽവിന്റെ ഷൂസ് കൊണ്ട് മാത്രമാണ് എന്ന് മനസ്സിലാക്കിയ ബിറ്റർമാൻ കാൽവിന്റെ ഷൂസ് കാൽവിൻ അറിയാതെ ബാഗിൽ നിന്ന് മാറ്റിവെച്ചു. അപ്പോൾ എന്തായാലും അവരുടെ ടീം തോൽക്കും. അങ്ങനെ അവരുടെ ഓപ്പോസിറ്റ് ടീം ജയിക്കും എന്ന് പറഞ്ഞ് ബിറ്റർമാൻ $1,00,000 ബെറ്റ് വെക്കുകയാണ്. അതായത് കാൽവിന്റെ ടീം തോറ്റാല് ഒറ്റയടിക്ക് ബിറ്റർമാന്റെ കയ്യിൽ വരുന്നത് $1,00,000 ആണ്, അതായത് ഏകദേശം 80 ലക്ഷം ഇന്ത്യൻ രൂപ. സോ ബിറ്റർമാന് ബെറ്റ് വെക്കുക മാത്രമല്ല മറ്റു വലിയ ഗാങ്സ്റ്റേഴ്സിനോടും ഈ കാര്യം, അതായത് ഈ ഷൂസിന്റെ കാര്യത്തെ കുറിച്ചും ബിറ്റർമാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവരും വലിയ തുക, അതായത് ഈ കള്ളക്കടത്തുകാരും ഗാങ്സ്റ്റേഴ്സും ഒക്കെ വലിയ തുകയാണ് നൈറ്റ് ടീമിന് എതിരായിട്ട് ബെറ്റ് വെക്കുന്നത്. കാരണം അവർക്കൊക്കെ ഉറപ്പാണ് എന്തായാലും ആ ഷൂസ് ഇല്ലാതെ കാൽവിന് ശരിക്കും കളിക്കാൻ ആവത്തില്ല, നൈറ്റ് ടീമിന് ജയിക്കാനും കഴിയത്തില്ല എന്ന്. സോ ഇവിടെ മാച്ച് തുടങ്ങാനായിട്ടുണ്ട്. എന്നാൽ മെർഫിന് തന്റെ കൂട്ടുകാരനെ ഒരിക്കലും ചതിക്കാനാവത്തില്ല. അങ്ങനെ മെർഫ് കാൽവിനെ വിളിച്ചിട്ട് ഈ കാര്യം പറയാണ്, എന്റെ അമ്മയുടെ ഫോട്ടോ കത്തിക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ നിന്റെ ഷൂസ് എവിടെയാണുള്ളത് എന്ന് പറഞ്ഞു കൊടുത്തത് എന്നൊക്കെ മെർഫ് സങ്കടത്തോടെ പറയാണ്. അപ്പൊ കാൽവിന് ബാഗ് തുറന്നപ്പോൾ അതിലാണെങ്കിൽ തന്നെ MJ ഷൂസ് ഇല്ല. അങ്ങനെ ഇനി ഈ സ്ഥലത്ത് നിന്ന് ഓർഫനേജിലേക്ക് എത്തണമെങ്കിൽ ഏകദേശം 20 മിനിറ്റെങ്കിലും എടുക്കും, ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ എത്തുമെന്ന് കാൽവിൻ മെർഫിനോട് പറയാണ്. അങ്ങനെ ഒരു വേസ്റ്റ് വണ്ടിയും എടുത്ത് പെട്ടെന്ന് കാൽവിൻ അവിടെ ഓർഫനേജിലെത്തി. ഇവിടെ ടീംമേറ്റ്സ് എല്ലാവരും കാൽവിനെ നോക്കുകയാണ്, എന്നാൽ അവിടെ എവിടെയും കാൽവിനെ കാണുന്നില്ല. എന്തായാലും വേറെ വഴിയില്ല, അവര് മാച്ച് കാൽവിൻ ഇല്ലാതെ തുടങ്ങുകയും ചെയ്തു. ഇവിടെ ബിറ്റർമാൻ ആണെങ്കിൽ ആകാംക്ഷയോടെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ടിവിയിൽ മാച്ച് കാണുന്നത് കാണാം. അഥവാ നൈറ്റ്സ് ജയിച്ചാൽ തന്റെ കാര്യം കട്ട പോകുകയാണ്, കാരണം $1,00,000 ആണ് മൂപ്പര് ബെറ്റ് വെച്ചിട്ടുള്ളത്. എന്നാൽ കാൽവിൻ അവിടെ എത്തി മറ്റു കുട്ടികളുടെ കൂടെ അവരൊക്കെ പെട്ടെന്ന് ചേർന്ന് ഈ ബിറ്റൽമാനെ കെട്ടിയിടുകയാണ്. എന്നിട്ട് എവിടെയാണ് ഷൂസ് ഒളിപ്പിച്ചു വെച്ചത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഓക്സ് വന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്സ് ബിറ്റൽമാനെ സപ്പോർട്ട് ചെയ്യുമെന്ന്, എന്നാൽ അങ്ങനെയല്ല. ഓക്സ് ഇത്രയും കാലം നമ്മുടെ കാൽവിനെ അസൂയോടുകൂടിയാണ് കണ്ടത്. എന്നാൽ ഇപ്പോൾ ഓക്സ് എന്ന അസൂയാലുവായ പയ്യൻ നമ്മുടെ കാൽവിനെ സപ്പോർട്ട് ചെയ്യാണ്. ബിറ്റൽമാൻ എവിടെയാണ് ഷൂസ് ഒളിപ്പിച്ചു വെച്ചത് എന്ന് ഓക്സ് കണ്ടെത്തി അത് കാൽവിന് എടുത്തു കൊടുത്തു. അങ്ങനെ അവരെല്ലാവരും അവരുടെ സ്കൂട്ടറിൽ ബാസ്കറ്റ്ബോൾ സ്റ്റേഡിയത്തിലേക്ക് പോവുകയാണ്. ഈ പോകുന്ന സമയത്ത് സ്വയം കെട്ടൊക്കെ അഴിച്ച് ഈ ഗാങ്സ്റ്റേഴ്സിനോട് ബിറ്റൽമാൻ വിളിച്ചിട്ട് കാര്യം പറയാണ്, അവനെ എത്രയും പെട്ടെന്ന് തടയണം, അല്ലെങ്കിൽ അവൻ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങി കളി ജയിപ്പിക്കുമെന്ന്. അങ്ങനെ ഗാങ്സ്റ്റേഴ്സും കാറിൽ വന്നിട്ട് ഈ കുട്ടികളെ തടയാൻ
കളിക്കാനായി പോകുന്നുണ്ട്. എന്നാൽ കാര്യമില്ല, അവരെയൊക്കെ കബളിപ്പിച്ചുകൊണ്ട് ഈ കുട്ടികൾ സ്റ്റേഡിയത്തിലെത്തി. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ നമ്മുടെ കാൽവിൻ കളിക്കാനായി ഇറങ്ങി. തോൽക്കാനായി പോകുന്ന നൈറ്റ്സ് ടീമിനെ ജയിപ്പിക്കുകയും ചെയ്തു. ഇനി വേറെ കാര്യം പറയുകയാണെങ്കിൽ കളിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോന്റെ ഈ ഷൂസ് കീറിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഹീറോ ടീംമേറ്റ്സിനോട് എല്ലാവരോടും സത്യം പറഞ്ഞു. അതായത് ഞാൻ ഇനി മുതൽ കളിക്കത്തില്ല, ഇത്രയും കാലം എന്റെ ഷൂസിന്റെ പവറിലാണ് ഞാൻ കളിച്ചത് എന്ന്. അപ്പൊ കോച്ച് പറയാണ്, ഷൂസിന്റെ പവറിലാണ് നീ കളിച്ചതെങ്കിലും ഒരു നാൾ നീ ഉറപ്പായിട്ടും വലിയ ഒരു ബാസ്കറ്റ്ബോൾ താരമാവും. അതിനുള്ള പൊട്ടൻഷ്യൽ നിനക്കുണ്ട്. ഓക്കെ ഗൈസ്, ഇനി നമ്മൾക്ക് കഥയുടെ ക്ലൈമാക്സിലേക്ക് കടക്കാം. ഇവിടെ ഓർഫനേജിലെത്തിയ നമ്മുടെ ഹീറോ ഓക്സ് എന്ന പയ്യനോടൊക്കെ ഇപ്പൊ നല്ല ചങ്ങാതിയായിട്ടുണ്ട്. അങ്ങനെ അവരൊക്കെ കളിക്കുന്ന സമയത്താണ് അവിടെ ട്രേസി വന്നത്. ഇനി ട്രേസി വന്നത് എന്തിനാണെന്ന് അറിയോ? നമ്മുടെ കാൽവിനെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ട്രേസിയാണ് ഇനി മുതൽ കാൽവിന്റെ അച്ഛൻ. കാൽവിനെ മാത്രമല്ല മെർഫിനെയും ട്രേസി അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. പിന്നെ ബിറ്റൽമാൻ എവിടെ പോയെന്ന് ചോദിച്ചാൽ മൂപ്പര് രാജ്യം വിട്ടു. കാരണം ഇനി ഈ രാജ്യത്ത് നിന്നാൽ ഈ ഗാങ്സ്റ്റേഴ്സ് ഒക്കെ കൂടി ഉറപ്പായിട്ടും അവനെ കൊല്ലുമെന്ന് ബിറ്റൽമാൻ ഉറപ്പാണ്. കാരണം അത്രയും വലിയ തുകയാണല്ലോ അവന്മാരെല്ലാവരും കൂടി ബെറ്റ് വെച്ച് നഷ്ടപ്പെടുത്തിയത്. പിന്നെ ഈ ഓർഫനേജ് ഇപ്പോൾ സ്പോൺസർ ചെയ്യുന്നത് നൈറ്റ്സ് ബാസ്കറ്റ്ബോൾ ടീമാണ്. അവരാണ് ഇനി മുതൽ ഈ ഓർഫനേജ് നോക്കി നടത്താനായി പോകുക. കഥയുടെ അവസാനം ട്രേസിയുടെ വീട്ടിൽ കാൽവിന്റെയും മെർഫിന്റെയും റൂമിൽ ചുമരിൽ റെജിന്റെ ഫോട്ടോ കാണാം. പുള്ളിക്കാരിയും ഒരു നല്ലൊരു ഫാമിലി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്.